റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, സ്രഷ്ടാവായ അല്ലാഹു എല്ലാ നന്മകളും നൽകുന്നവരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്നത് ഏറെ സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പിനും നാളെയുള്ള നമ്മുടെ രക്ഷക്കുമൊക്കെ ഏറെ അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാനിവിടെ എൻ്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും സമാധാന ജീവിതത്തിന് സാധ്യമാകുന്ന സകലമാന സംവിധാനങ്ങൾ കൂടെ ഉണ്ടായിട്ടും അതൊന്നും വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ മാനസികമായ അകൽച്ചകളും മനുഷ്യർക്കിടയിലുള്ള വൻ മതിലുകളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. പ്രധാനമായും മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ താല്പര്യം അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനാവശ്യമായ ചർച്ചകളിലൂടെ ആളുകൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുക, സമൂഹത്തിൽ ധ്രുവങ്ങളാക്കി, ചേരികളാക്കി പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നത് അത്തരം വൈകൃത മനസ്സുകളുടെ ഒരു വലിയ സമീപനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഫിത്ന എന്ന് നമ്മൾ പറയുന്ന നാശങ്ങളുണ്ടാക്കാനുള്ള വ്യാഘ്രതയോട് കൂടെ അതിനോട് പ്രവർത്തിക്കുക, അതൊരു സുഖമായി കാണുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അത് സംബന്ധമായി ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ പിതാവിനും മക്കൾക്കുമിടയിൽ, ജ്യേഷ്ഠാനുജന്മാർ അവർക്കിടയിൽ, അവരുടെ ഭാര്യമാർക്കിടയിൽ, സഹോദര സഹോദരിമാർക്കിടയിൽ, വീടിന് പുറത്തേക്ക് നോക്കുമ്പോഴോ അയൽവാസികൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, നാട്ടിൽ തന്നെയുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ
മതങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ആശയങ്ങൾക്കിടയിൽ, അങ്ങനെ എത്രത്തോളം ഇവർക്കിടയിലൊക്കെ വൻ വിടവുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നത് അത് വലിയ താല്പര്യപൂർവ്വം നോക്കിക്കാണുകയും അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുണ്യ റസൂൽ പഠിപ്പിച്ച ഒരു ആശയമാണ് ഫിത്ന എന്ന് പറയുന്നത് അഷദ് മിനൽ ഖത്ൽ. അത് കൊലപാതകത്തേക്കാൾ കാഠിന്യമുള്ളതാണ്. ഒരാളൊരു കൊല ചെയ്യുകയാണെങ്കിൽ ആ കൊലപാതകത്തേക്കാൾ കാഠിന്യമാണ് ഇങ്ങനെയുള്ള ഫിത്നകളുമായിട്ടുള്ള രംഗപ്രവേശനമെന്ന് പുണ്യ റസൂലിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു കൊലപാതകമാകുമ്പോൾ അത് നിസ്സാരം എന്നല്ല അതിൻ്റെ സാരം. മറിച്ച് കൊലപാതകമാകുമ്പോൾ കൊല ചെയ്തയാളും കൊലപാതകയും അതവിടെ അവസാനിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ടയാളും അതവിടെ അവസാനിക്കുകയാണ്. ഒരു സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനിലോ അല്ലെങ്കിൽ ഒരുത്തനിലോ മാത്രം അവസാനിക്കാതെ അതൊരു വലിയ വിപത്തായി രൂപപ്പെടുകയും ഒരുപക്ഷെ അത് നിമിത്തമായി ഒരുപാട് മരണങ്ങളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമായി മാറുകയും ചെയ്യുന്നുവെന്നാണ് ഈ ഒരു വചനത്തിൻ്റെ സാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഅ്മാർ ഉമ്മത്തി മാബൈന സിത്തീൻ വ സബഈൻ, സമുദായത്തിൻ്റെ വയസ്സ്, എൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വയസ്സ് 60-ൻ്റെയോ 70-ൻ്റെയോ ഇടയിലാണ് സാധാരണ. അപ്പുറം പോകുന്നവർ വളരെ വിരളമാണ്. എന്നാൽ ധാരാളം ആളുകൾ ഈ ഒരു വയസ്സെത്തുന്നതിന് മുമ്പ് വിട പറയുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആകെ നമ്മുടെ ഒരു ജീവിത കാലയളവ്, ഒരു പുരുഷായുസ് അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് 60-ൻ്റെയോ 70-ൻ്റെയോ ഇടയിൽ സാധാരണഗതിയിൽ പരിമിതപ്പെടുമ്പോൾ ഈ വയസ്സിനിടയിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം ഒരു സ്വപ്നമായി മാറാൻ പോകുന്ന ഒരു ഘട്ടമാണ് പിന്നീടുള്ളത്. അവൻ ഈ പ്രപഞ്ചത്തിലില്ല. ഈ ഒരു കാലയളവിൽ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? വളരെ സൗമ്യനായി, എല്ലാവരെയും സ്നേഹിച്ച്, തന്നെ കൊണ്ട് സമൂഹത്തിനോ ഒരു വ്യക്തിക്ക് തന്നെയും ഒരു നാശമോ ഒരു ദോഷമോ ഉണ്ടാക്കാതെ ജീവിക്കണമെന്ന താല്പര്യപൂർവ്വമാണല്ലോ ഒരാളിവിടെ ജീവിക്കേണ്ടത്. എന്നാൽ നോക്കൂ നിങ്ങൾ, രണ്ടാളുകൾ സ്നേഹത്തോടെ കഴിയുമ്പോൾ അവർക്കിടയിൽ കയറി ചെന്ന് പരസ്പരം അകൽച്ചകളുണ്ടാക്കി അവനെ 2 തട്ടിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതങ്ങൾക്കിടയിൽ, ഇതിനൊക്കെ ഇടയിൽ കയറി ചെന്ന് ഉള്ളതോ ഇല്ലാത്തതോ ആയ പ്രചരണങ്ങളിലൂടെ ഒരു ധ്രുവീകരണം രൂപപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത്യന്തം ഭയാനകമാണ് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ട് മനുഷ്യന്മാർക്കില്ലാതെ പോകുന്നു? ഇവിടെ തന്നെ പുണ്യ റസൂലിൻ്റെ ഒരു വാക്യം കൂടിയുണ്ട്, വൽ ഫിത്നതു നാഇമത്തുൻ വൽ വൈലു ലിമൻ ഐഖലഹ. ഫിത്ന അത് ഉറങ്ങിക്കിടക്കുന്നൊരു കാര്യമാണ്. അവൻ്റെ മാംസം ഭക്ഷിക്കുക എന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള കാര്യമാണോ? അല്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഗൗരവതരമാണ് തൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ്റെ അഭാവത്തിൽ അവനെക്കുറിച്ചുള്ള സംസാരങ്ങളും അനാവശ്യമായ വിലയിരുത്തലുകളുമൊക്കെ എന്ന് കൃത്യമായി ഖുർആനിലൂടെ സൃഷ്ടാവ് പഠിപ്പിക്കുകയാണ്. ഒരാളടുക്കൽ പോയി ഒരുപക്ഷെ ഉള്ളതോ ഇല്ലാത്തതോ ആകട്ടെ ഏതെങ്കിലും സമയങ്ങളിൽ അവൻ പറഞ്ഞു കാണും. എന്നാൽ ആ പറഞ്ഞത് അറിഞ്ഞവൻ അത് മറച്ചു വെക്കേണ്ടതിന് പകരം ആരെക്കുറിച്ചാണോ അന്നവൻ പ്രതികരിച്ചത് അവനിൽ ചെന്ന് നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഏഷണിയും പരദൂഷണവും ഒരുപോലെ രൂപപ്പെടുത്തി ഈ ആളുകൾക്കിടയിൽ അത് ശക്തമായ വിയോജിപ്പുണ്ടാക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സ്നേഹം നൽകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കൂട്ടി യോജിപ്പിക്കാനുള്ളൊരു മനസ്സ് വരാത്തത്?
രണ്ടാളുകൾ അകന്നു പോകുമ്പോൾ അവർക്കിടയിൽ സാധ്യമാകുമെങ്കിൽ അവരെ മാനസികമായി യോജിപ്പിക്കാനുള്ളൊരു പ്രവണതയ്ക്ക് പകരം അവിടെ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും കൂടുതൽ വിയോജിപ്പുകൾ ഉണ്ടാക്കാനും അതിനുവേണ്ടി മാത്രം മുതിരുക എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയും വിശ്വാസി അതിൻ്റെ ആഖിറത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്കുണർത്താനുള്ളത്. ഒന്നും നമുക്ക് നേടാനില്ല. ഈ 70 വയസ്സ് വരെ ജീവിച്ച ഇവനെ കൊണ്ട് എന്ത് സമൂഹത്തിനുണ്ടായി? ഒരുപക്ഷെ അവൻ വിട പറഞ്ഞാലും അവരുണ്ടാക്കിയ ആ ദുരന്തങ്ങളുടെ പരിണിത ഫലമായി രൂപപ്പെട്ട സംഘർഷങ്ങൾ അതൊരു നിലക്കാത്ത സംഭവമായി അവൻ്റെ കാലഘട്ടങ്ങൾക്ക് ശേഷം പോലും നിലനിൽക്കുമ്പോൾ, കുടുംബങ്ങൾക്കിടയിൽ ആ ഭിന്നിപ്പ് അവസാനിക്കാതെ നിലനിൽക്കുമ്പോൾ എന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഈ ഫിത്ന എന്ന് പറയുന്ന ഈ പ്രവൃത്തി, അല്ലെങ്കിൽ ആ നാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളും അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ട് ഒന്നേ നമ്മൾ ആലോചിക്കേണ്ടു, എൻ്റെ കാരണം ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് വിട പറയുന്നതിനിടയിൽ നന്മ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കേണ്ടതാണ്. അത് അസാധ്യമെങ്കിൽ, അതിനുള്ള സാധ്യത എനിക്കില്ലെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് മറ്റൊരാളെ വെറുക്കാതെ, മറ്റൊരാളെ ആക്രമിക്കാതെ, മറ്റൊരാളെ മോശമായി പറയാതെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെങ്കിലും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് കാര്യം? ഈ ജീവിതം കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും? അതുകൊണ്ട് ഈ ഒരു സന്ദേശമാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്കിവിടെ നൽകാനുള്ളത്. മനുഷ്യർ വളരെ സ്നേഹത്തോടെ കഴിയേണ്ടവർ. നമ്മളങ്ങനെയാണ്. പല ഘട്ടങ്ങളിലും നമ്മളറിയാതെ നമുക്കിടയിൽ അങ്ങനെയുള്ള ഐക്യങ്ങൾ രൂപപ്പെടാറുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് വളരെ വേദനാജനകമായ ഒരു ട്രെയിൻ ദുരന്തം ഞാനിവിടെ ഓർത്തെടുക്കുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ അഷ്ടമുടിക്കായൽ എന്നാണ് ഞാൻ ഓർത്തു വെക്കുന്നത്. അന്നുണ്ടായ ആ ദാരുണമായ ആ ഒരു കാലഘട്ടത്തിലേക്ക് മനസ്സ് സ്വാഭാവികമായി പോകുമ്പോൾ അന്ന് കണ്ട ചില ഫോട്ടോകൾ ഇന്നും മനസ്സിനെ വല്ലാതെ പിടിച്ചു ചിന്തിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. അത് വെള്ളത്തിനടിയിൽ ആണ്ടുപോകുമ്പോൾ പരസ്പരം കെട്ടിപ്പുണർന്ന രണ്ട് സഹോദര സമുദായങ്ങളിലുള്ള ആളുകൾ, രണ്ട് മതങ്ങളിലുള്ള ആളുകൾ. അവിടെയാണ് മനുഷ്യൻ്റെ മുഖം നമ്മൾ കാണുന്നത്. ഇവിടൊക്കെ ജീവിക്കുമ്പോൾ മതങ്ങളുടെ പേരിലുള്ള വ്യത്യസ്ത ആശയങ്ങൾ സ്വാഭാവികമാണ്. നമുക്കറിയാം, എൻ്റെ വിശ്വാസം എന്നെപ്പോലെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കണമെന്ന് എനിക്കെന്തിന് നിർബന്ധം? ആ നിർബന്ധത്തിന് വേണ്ടി ഞാൻ എന്തിന് മറ്റൊരാളെ അതിൻ്റെ പേരിൽ വേട്ടയാടാനോ വഴക്കിടാനോ ഞാൻ പോകണം? ഞാൻ ശരിയായി എന്ന് കാണുന്ന എൻ്റെ വിശ്വാസ സംഹിതകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ പോകുന്നു. എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവൻ അവൻ ശരി എന്ന് വിശ്വസിക്കുന്ന വിശ്വാസ ദർശനങ്ങളുമായി ആദർശങ്ങളുമായി അവനും ജീവിക്കുന്നു. ആ ജീവിതങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ എവിടെയാണ് സംഘർഷങ്ങൾക്ക് അവസരമുള്ളത്? ഏതൊരു നിയമമാണ് അങ്ങനെയൊന്ന് പഠിപ്പിച്ചത്? ഏതൊരു ആശയമാണ് അതിന് പ്രചോദനം നൽകുന്നത്? എന്നാൽ ഇവിടെ എന്തൊക്കെയോ ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരാണ് മരണത്തിലേക്ക് അടുത്തപ്പോൾ, വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ, സഹോദര നമ്മൾ മനുഷ്യരാണെന്ന് വലിയ സന്ദേശം നൽകി വാരിപ്പിണർന്ന് മരണത്തിന് കീഴടങ്ങിയത് എങ്കിൽ ഈ ഒരു സന്ദേശം ജീവിതത്തിലുടനീളം മതങ്ങളിലെന്ന് മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലും ഇവൻ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കാൻ വരുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും ഈ മനുഷ്യത്വത്തിൻ്റെ സ്നേഹ സന്ദേശം ലോകസമക്ഷം സമർപ്പിക്കാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുമുണ്ട്. അതിനായിരിക്കണം നമ്മുടെ പ്രയത്നം. ഒരു നന്മ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഒരു യോജിപ്പിൻ്റെ ഭാഗം, ഒരു സ്നേഹത്തിൻ്റെ പാലം പണിയാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു നൂലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ മനുഷ്യരുടെ ഏകീകരണത്തിനും അവരുടെ എല്ലാവിധ യോജിപ്പുകൾക്കും നമ്മുടെ വാക്കോ നമ്മുടെ പ്രവർത്തനങ്ങളോ ഒരു കാരണമാകാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ നന്മകൾ നമ്മുടെ കാലങ്ങൾക്ക് ശേഷവും ഈ പ്രപഞ്ചത്തിൽ
ഒരു പക്ഷേ നിലനിൽക്കുമെന്ന പ്രത്യാശയോട് കൂടെ അത്തരം മഹിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹൃദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.